അപ്പൊ ചിലന്തിയുടെ കാല്. എന്റെ ദൈവമേ! ചോക്ലേറ്റിന്റെ ഈ രീതിയിൽ ഇരിക്കുന്നേ. ശരി മോനെ. ഷാഡോ കോണിന് ഇതേപോലുള്ള ബുദ്ധിമാന്മാരെ ആവശ്യമാണ്. നീയും ഞങ്ങളുടെ കൂടെ വരുന്നോ? നിന്റെ രൂപം വളരെ നന്നായിട്ടുണ്ട്. നീയും ദുഷ്ടശക്തികളായ ഞങ്ങളുടെ കൂടെ ചേരുന്നോ? ഓ, നീ തെറ്റായിട്ട് വിചാരിച്ചു കമലനാഥ. നിൽക്കൂ, ഞാൻ പ്രേതങ്ങളുടെ രാജ്ഞിയാണ്. എന്റെ ശക്തിയൊക്കെ വെച്ച് ഞാൻ നിങ്ങളെ നശിപ്പിക്കാൻ പോവാണ്. എന്റെ മന്ത്രം ഫലിച്ചില്ല. എന്നെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണല്ലേ? എന്നെ നിനക്കൊരിക്കലും തോൽപ്പിക്കാൻ സാധിക്കില്ല, കാരണം ഞാൻ ഷാഡോ കോൺ. അത് മനസ്സിലാക്കിക്കോ. ജാക്കി, ജാക്കി, ഈ മന്ത്രശക്തി നശിപ്പിക്കാനായിട്ട് എന്റെ അടുത്തൊരു ഐഡിയയുണ്ട്. ഹാപ്പി ഹലോവിൻ. വളരെ നന്ദി. എനിക്ക് പൂക്കൾ ആവശ്യമേ ഇല്ല. നിങ്ങളുടെ അടുത്ത് ഉള്ളിയുണ്ടോ? ചാൻ, നിനക്ക് മുഖംമൂടിയില്ല അല്ലേ? ഇപ്പോ നന്നായിട്ടുണ്ട്. നിനക്ക് എന്തെങ്കിലും തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഞാൻ നിനക്ക് തരാം. ഇതാ, ഈ ഉള്ളി അങ്ങോട്ട് പിടിക്ക. എന്റെ കണ്ണെരിയെന്നോ, എന്റെ കണ്ണെരിയെന്നോ. ബാബുവും ജൂലി എവിടെ? ബാബു മത്സരത്തിൽ വിജയിക്കണമെന്നുള്ള ഒരേ വാശിയില്ല. ഭീമ, മുഖംമൂടി ഊരാനുള്ള മരുന്നുമായിട്ട് നിങ്ങൾ എപ്പോ വരും? അത് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ എത്തും. വിഷമിക്കേണ്ട ഭീമ, പ്രേതത്തെ എല്ലാം നമുക്ക് ഉടനെ തന്നെ കണ്ടുപിടിക്കാം. കാരണം നമ്മളും അത് തന്നെയല്ലേ. നിക്കേ നിക്കേ, മുതിർന്ന ആൾക്കാരെല്ലാം ടിക്കറ്റ് വാങ്ങണം. നിക്കേ, ഇവരൊക്കെ മനുഷ്യരാണോ? കുടുങ്ങി. അയ്യോ, പ്രേതം ഓടിക്കോ! അയ്യോ, ഓടിക്കോ, പ്രേതം വരുന്നുണ്ട്. ഓടിക്കോ, എല്ലാരും ഓടിക്കോ. എനിക്ക് മത്സരമില്ല, ഞാനാണ് ജയിച്ചത്. തോറ്റുപോയ നിന്റെ മുഖംമൂടി ദൂരേക്ക് ഞാൻ വലിച്ചെറിയാൻ പോവുകയാണ്. ഞാൻ മുഖംമൂടി ധരിച്ചിട്ടില്ലല്ലോ. അതെനിക്കറിയാം. വിജയം എനിക്ക് തന്നെ. തോറ്റുപോയ നീ ജീവനോടെ ഇരിക്കാൻ പാടില്ല. എന്നെ വിട്ടേക്ക്. നീ ഈ സ്ഥലത്ത് വഴക്കുണ്ടാക്കരുത്. ജൂലി വാ. എന്തുകൊണ്ട് വഴക്കുണ്ടാക്കാൻ പാടില്ല? എന്തുകൊണ്ടെന്നാൽ ഈ മത്സരത്തിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഞാൻ പറഞ്ഞു തരാം. റിംഗ് ഇല്ലാതെ മത്സരം നടത്താൻ പാടില്ല. ഞാനിപ്പോ റെസ്ലിംഗ് റിംഗ് ഉണ്ടാക്കി കാണിച്ചു തരാം. എന്താ ഫയൽമാൻ, എന്നോട് യുദ്ധം ചെയ്യാൻ തയ്യാറാണോ? ധൈര്യം ഉണ്ടെങ്കിൽ വാ, നമുക്ക് ഏറ്റുമുട്ടി നോക്കാം. അങ്കിൾ മാന്ത്രിക ലോഷൻ കൊണ്ടുവരുന്നത് വരെ ഞാൻ ഇവനോട് പൊരുതി നിന്ന് സമയം കളയാം. ഇങ്ങനെ വാചകം അടിച്ചോണ്ട് നിൽക്കാതെ അവനെ എങ്ങനെയും തകർക്കാൻ നോക്ക്. സംസാരിക്കുമ്പോ തന്നെ ഇടി തുടങ്ങിക്കഴിഞ്ഞോ? നല്ല അടി. ഓ, അങ്കിൾ എവിടെ? ഇതുവരെ കണ്ടില്ലല്ലോ. ഇങ്ങോട്ട് നോക്കിക്കേ, ഈ ചോക്ലേറ്റ് ഒരുപാട് വ്യത്യാസമാണല്ലേ. ഇത് കണ്ടിട്ട് എട്ടുകാലിയുടെ കാല് പോലുണ്ടല്ലേ. ഇത് കാണാൻ ആശ്ചര്യമായിട്ടുണ്ടല്ലോ.